ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളിവിടുത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് ഷിഫ്റ്റ് ആയിരുന്നേ. അപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് ഏട്ടന് ചായ ഒന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി. പിന്നെ തണുപ്പായതിനെ കൊണ്ട് അതൊക്കെയാണ് ഇപ്പോൾ രാവിലെ കഴിക്കാറ്. ഞാനൊരു 7:00 ആകുമ്പോൾ എണീറ്റ് നെച്ചു എണീറ്റിട്ടില്ല. പിന്നെ എണീറ്റപ്പോൾ തന്നെ വേസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടോ. ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയതിനെ കൊണ്ട് അവർ സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പോൾ അവിടെ വേസ്റ്റ് ഇല്ലെങ്കിൽ അവർ വിളിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് വെച്ച് പിന്നെ അവൾ എണീക്കുമ്പോഴേക്ക് വേഗം ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഇഡ്ഡലീൻ്റെ ദോശേൻ്റെയും മാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 2 ദിവസത്തേക്ക് ഒരുമിച്ചാക്കിയതാണ്. അപ്പം ഇന്നലെ ദോശ ഉണ്ടാക്കി, ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇഡ്ഡലിയൊക്കെ ആകുമ്പോഴാണ് അവൾ കഴിക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും ഒന്നാകുമ്പം കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇഡ്ഡലി ആക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോൾ സൗണ്ടൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ തിരിച്ച് കിട്ടിട്ടോ. ഇപ്പോൾ കാറ്റും കുറഞ്ഞിട്ടുണ്ട്, തണുപ്പും കുറച്ചൊക്കെ കുറവുണ്ട്. പകലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം തണുപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ഇഡ്ഡലീൻ്റെ ഈ ഒരു സംഭവമല്ലേ, ഇഡ്ഡലി ഒഴിക്കുന്നത്, അത് വേറൊരു പാത്രത്തിൻ്റെതാണ്. എൻ്റെ കയ്യിലുള്ള പാത്രത്തിൻ്റെ ഈ സംഭവമല്ല ഇത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ തന്നതാണ് ഇത്. അപ്പോൾ അമ്മ തന്നപ്പോൾ മാറിപ്പോയി. വീട്ടിൽ വെച്ചിട്ട് വന്നിട്ടുള്ള പാത്രത്തിൻ്റെ അച്ചാണിത്. എനിക്ക് തന്ന പാത്രത്തിൻ്റെത് ഇപ്പോഴും വീട്ടിലുള്ളത്. എന്തായാലും ഇതിന് കുഴപ്പമില്ല, ഇതിൽ വെക്കാനൊക്കെ പറ്റുന്നുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇതിൽ 10 ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ഒരു ചേച്ചി, അവിടെ അടുത്ത ക്വാർട്ടേഴ്സിലുള്ള ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു അലൂമിനിയത്തിൻ്റെ ഈ ഒരു ഇഡ്ഡലി പാത്രം. പക്ഷേ അതിൽ കുറേ ഇഡ്ഡലി ഉണ്ടാക്കാം, 4-5 തട്ടുണ്ട് വലിയത്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ഞാനത് വേറെ ആക്കി കൊടുത്തു. ഞാൻ ചെറുത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന്. ഇനി ഇഡ്ഡലിക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുക തക്കാളീൻ്റെ ചട്നിയാണ് കേട്ടോ. തേങ്ങ വേണ്ടല്ലോ. പിന്നെ എനിക്ക് തക്കാളീൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങേൻ്റെ ചട്നീനെക്കാട്ടും കൂടുതലിഷ്ടം ഈ ഒരു തക്കാളീൻ്റെതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു തക്കാളീൻ്റെതാണ് ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് ഉഴുന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കടുകും പൊട്ടിച്ചിട്ടിട്ട് തക്കാളി, ചെറിയുള്ളിയാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്, വലിയുള്ളി എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ടാക്കിയപ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയുള്ളി ഇട്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ചെറിയുള്ളി വെച്ചിട്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടി ഉലുവേൻ്റെ ഉലുവയല്ല ഉഴുന്നിൻ്റെ കളറൊക്കെ മാറിയിട്ട് വരുമ്പം ഈ ഒരു തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോൾ ഇന്ന് മുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ കായമൊക്കെ ഇടലുണ്ട്, കായൊന്നും ഇടുന്നില്ല, മുളക് മാത്രം ഇടും. എന്നിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ടൊന്നും കൂടെ ഒന്ന് വറവ് ചെയ്യും. അങ്ങനെ നാളെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പൂരി ഉണ്ടാക്കണമെന്ന്. ഞാൻ ലൈഫിൽ അതേട്ടോ നാളെ പൂരി ഉണ്ടാക്കാം വിചാരിക്കുന്നതും പോകുന്നതും. എനിക്കറിയില്ല അതെങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്ന സംഭവം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ഈ ഇഡ്ഡലിയും ദോശയും ഉപ്പുമാവും കൊട്ടി മടുത്ത്. അരിപ്പൊടി അയച്ചാലും എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാമെന്ന്. അപ്പം പൂരി ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി പഠിക്കണം, എന്നിട്ട് ഉണ്ടാക്കണം. പോയി ബ്രഷ് ചെയ്യ്, പോയി ബ്രഷ് ചെയ്യ്, ബ്രഷ് ചെയ്യ്, ബ്രഷ് ചെയ്യ്, ബ്രഷ് ചെയ്യ്, ബ്രഷ് നെയ്. ഒരു പാട്ട് പാടി തരോ? ആ പാട്, ഒരു പാട്ട് പാട്. അച്ചു കേട്ട് എങ്ങനെയാ കറിയാ? ഡോഗ് എങ്ങനെ കറിയാ? ലയൺ എങ്ങനെ കറിയാ? കൗ എങ്ങനെ കറിയാ? നച്ചു എങ്ങനെ കറിയാ? നച്ചു എങ്ങനെ കറിയാ? എങ്ങനെയാ നച്ചു കറിയാ? നച്ചുവിൻ്റെ പപ്പ എങ്ങനെ കറിയാ? അങ്ങനെ അവളെല്ലാം കൂടെ ഞാൻ എഴുന്നേറ്റിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പല്ല് തേപ്പിക്കണം, എന്നിട്ട് എനിക്കും പല്ല് തേച്ചിട്ട് ചായ കുടിക്കണം. അപ്പം ഇനി ഈ ഒരു
ചട്നീൻ്റെ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ പണി പറ്റിച്ച് വെള്ളമില്ല. പൈപ്പ് നോക്കുമ്പം ഒത്തിരി പോലും വെള്ളമില്ല. ഇവിടെ വലിയൊരു റമ്മുണ്ട്, പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെ അകത്താണെങ്കിൽ വെള്ളവും പിടിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളമില്ല, ഇത് എപ്പോഴാണ് വരിക എന്നൊന്നും അറിയത്തില്ല. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചോദിച്ചപ്പം അവിടെയും വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് ഒപ്പിക്കണം. പിന്നെ മറ്റേ പ്യൂരിഫയറിൽ ഞാൻ ഇന്നലെ രാത്രി ഫിൽറ്റർ അത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് കുടിക്കുന്ന വെള്ളമുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. ചില ടൈമിൽ കറണ്ട് പോയാൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് പോയാൽ കുറച്ച് ലേറ്റാവും കറണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമില്ല. ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ കുറേ ലേറ്റായിട്ടേ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ വേഗം പല്ല് തേക്കേണ്ട ഒരുപാട് എടുക്കാം കേട്ടോ. അപ്പം പിന്നെന്താ, ഏട്ടൻ ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആക്കണം. അപ്പോഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ വേഗം ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്ന് ചോറും കറിയും ഒന്നും ആക്കലുണ്ടാവില്ല. ഇന്ന് ഞാൻ കുറച്ച് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കട്ടൻ ചായ കുടിക്കുകയില്ല. ഇപ്പം തൊണ്ടയ്ക്കൊരു ചൂട് ഇങ്ങനെ എത്തുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടൻ ചായ കുടിക്കാമെന്ന്. അങ്ങനെ കുറച്ച് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെന്താ, വേറെ ഒന്നുമില്ല, അലക്കാനൊന്നുമില്ല. ഇന്ന് വെള്ളമില്ലാത്തതിനെ കൊണ്ട് പരിപാടി ഒന്നും നടക്കില്ല. ഇനിയിപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അവൾക്കും എനിക്കും കൂടെ. ഇഡ്ഡലി ആകുമ്പം അവളങ്ങ് കഴിച്ചോളും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദോശ അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല, ഇഡ്ഡലിയാണ് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇഡ്ഡലി കൊടുക്കാം. പിന്നെ വീണ്ടും ചായ എടുത്തിട്ടില്ല. അവൾക്ക് ഞാൻ തീരെ ചായ കൊടുക്കലില്ല. കുറച്ച് വെള്ളം കുപ്പിയിലെടുത്തിട്ടുണ്ട്. ആ വെള്ളവും ചൂട് വെള്ളമാണ് കൊടുക്കുക രാവിലെ തന്നെ. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഇന്നലെ വൈകുന്നേരം ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മേൻ്റെ കൂടെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടന്നിട്ടാണ് പോയത്. എനിക്ക് വയ്യായിരുന്നില്ല. അവരെന്നെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെ വിളിച്ച് വെച്ച് ഞാൻ പൊക്കോട്ടെ. ഏട്ടൻ പറഞ്ഞു പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ പോയതാണ് കേട്ടോ. പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ തിരിഞ്ഞിങ്ങനെ വരാൻ നോക്കുമ്പോൾ 3 മലയാളികൾ, 3 ചേച്ചിമാർ കേട്ടോ. അവർ തെക്കൻ കൊല്ലെങ്ങാണ്ടാണ് വീട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കഥയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എന്തോ രുദ്രാക്ഷോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൂജാ സ്റ്റോറിൽ കയറിയിട്ട് അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. താങ്ക് യു.